ഹായ്. അപ്പോൾ ഇന്ന് ഈ ബുദ്ധ ഫീൽഡിനെ പറ്റി സംസാരിക്കാം. എനിക്കൊന്ന് ഓഷോയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധ ഫീൽഡിനെ പറ്റി സംസാരിച്ചിട്ടുള്ള ആൾ. ഈ അദ്ദേഹത്തിൻ്റെ പിന്നീട് വന്ന ശിഷ്യന്മാരൊക്കെ ഒരുപാട് ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഈ ബുദ്ധ ഫീൽഡ് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു യോഗിക് കൺസെപ്റ്റിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ചക്രങ്ങളുണ്ടെന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഏറ്റവും പീക്ക് ചക്രമായിട്ടുള്ള സഹസ്രാരത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രമണ മഹർഷിയുടെ അല്ലെങ്കിൽ ആത്മവിചാരം കാഴ്ചപ്പാടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിലിരിക്കുമ്പോൾ, നമ്മുടെ ബ്രഹ്മത്തിലിരിക്കുമ്പോൾ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബുദ്ധ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഈ സെൽഫിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ സഹസ്രാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പൂർണ്ണമായി സ്റ്റോപ്പ് ആവും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഊർജ്ജത്തിന്, നമ്മുടെ എനർജിയെ മെജോറിറ്റി നശിപ്പിച്ച് കളയുന്നത്. അതെല്ലാം വേസ്റ്റായി പോകും, അതെല്ലാം ഡിപ്രീസിയേഷനിലേക്ക് പോകുന്നത് ഈ ഒരു ചിന്തയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൊണ്ടാണ്. നമുക്ക് തന്നെ നമ്മുടെ തലച്ചോറ് വഴിയാണ് ചിന്തകൾ വരുന്നതെന്ന് നമുക്കറിയാം. തലച്ചോറാണ് ശരീരത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഊർജ്ജം ചിലവാക്കുന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചിന്തകൾ നമ്മുടെ ഊർജ്ജത്തെ ഇങ്ങനെ ഡിപ്രീസിയേഷൻ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഊർജ്ജത്തിൻ്റെ അവസ്ഥ കുറയുമെന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് ആക്ച്വലി ഫീൽ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ സഹസ്രാരത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധ ഫീൽഡ് നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെൽഫിലിരിക്കുമ്പോൾ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചിന്തകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം വേസ്റ്റ് ആവില്ല. അത് പയ്യെ ഇങ്ങനെ തളം കെട്ടി വരും. ആദ്യം ഒരു ഡാം കെട്ടുന്നത് പോലെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മവിചാരം ചെയ്യുന്നവർ നിങ്ങളുടെ ഉള്ളിൽ ഈ സെൽഫിൻ്റെ ഒരു ഊർജ്ജം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ഹൈ ആയി വന്നുകൊണ്ടിരിക്കും. ഒരു ഡാം ആദ്യം കെട്ടിക്കഴിയുമ്പോൾ അവിടെ വെള്ളം ആക്ച്വലി ചെറുതായിട്ടായിരിക്കും വരുന്നത്. പയ്യെ ഡാമിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് വരും. ചിന്തകൾ എത്രത്തോളം കുറയുന്നുണ്ടോ അതിനനുസരിച്ച് ഡാമിലേക്ക് വെള്ളം വരുന്ന അരുവിയുടെ കൈവഴികളായ മലമുകളിൽ പേമാരികളുണ്ടാവും, പ്രളയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ ഉള്ളിലെ റിസർവോയർ ഇങ്ങനെ നിറഞ്ഞ് വരും. ഈ ഡാം നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റും. കുറേശ്ശെ നമ്മുടെ എനർജി നമുക്ക് ലീക്ക് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യാതെ നമ്മൾ ആ ഊർജ്ജത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിർത്തിയാൽ ഫൈനലി ഈ ഡാം അങ്ങ് തകരുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ എക്സ്പ്ലോഡ് എന്ന് പറയും. എക്സ്പ്ലോഡ് ചെയ്ത ഒരു പ്രളയം പോലെ ആ വെള്ളം ഇങ്ങനെ വരുന്നൊക്കെ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലൊക്കെ കേട്ടിട്ടില്ലേ? അതങ്ങനെയല്ല, കൈൻഡ് ഓഫ് സിമിലർ, എന്നൊരു ഊഹം കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് എനർജിയുടെ ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെ ഊർജ്ജം വേസ്റ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺപാർട്ട്മെൻറ്റലൈസ് ചെയ്ത് ഒരു സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മുടെ ട്രോമയൊക്കെ ഡീൽ ചെയ്ത് നമ്മുടെ ഉള്ളിൽ പ്യുവറായിട്ട് ഉള്ളിൽ മായ്ച്ച് കളയേണ്ട എല്ലാ കാര്യങ്ങളും, ഈ സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്, എല്ലാം മായ്ച്ച് കഴിയേണ്ടതാണ്, അല്ലെങ്കിൽ കളഞ്ഞ് ഒരു ക്ലീൻ സ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ് ആദ്യം ഈ ഊർജ്ജത്തിൻ്റെ ജോലി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഊർജ്ജം പയ്യെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്ക് പോയി നിങ്ങളുടെ ചുറ്റുപാടുകളിലും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ, അതിങ്ങനെ തളം കെട്ടി പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു വിസിനിറ്റിയിൽ വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൗണ്ടറിക്ക് അകത്തേക്ക് വരുന്ന ഈ ഒരു ഊർജ്ജ വലയത്തിനുള്ളിലേക്ക് വരുന്നവർക്കെല്ലാം അത് ഫീൽ ചെയ്യാൻ കഴിയും. ദേ വിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ഇറ്റ്. അതവർക്ക് വല്ലാത്തൊരു സുഖം നൽകും. ഈ ആരിൽ നിന്നാണോ ഇത് പ്രൊപ്പോഡിക്കുന്നത് അവരിലേക്ക് നമുക്കൊരു അട്രാക്ഷൻ തോന്നി. ഇപ്പോൾ രമണ മഹർഷിയെ തേടി ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ വന്നതിൻ്റെ കാരണം ഇതാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട്, അദ്ദേഹം ശുദ്ധബോധാവസ്ഥയിലേക്ക് പോയിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം അന്ന് ആ ഒരു ഊർജ്ജത്തിലിരുന്നത് കൊണ്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ സമാധിയിൽ പോയാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ മാത്രമല്ല, ഞാനിത് ശിവഗിരിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ശിവഗിരിയിൽ നമ്മളെ ശ്രീനാരായണ ഗുരു സമാധിയിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ പല സ്ഥലങ്ങളിലും സംഭവിക്കാറുണ്ട്. നമ്മളറിയാത്ത ഒരുപാട് ജ്ഞാനികൾ മൺമറഞ്ഞു പോയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു ബുദ്ധ ഫീൽഡ് ഫീൽ ചെയ്യാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന ജ്ഞാനികളുള്ള സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ബുദ്ധ ഫീൽഡ് ഫീൽ ചെയ്യാൻ കഴിയും. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുദ്ധ ഫീൽഡിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സെൽഫിൻ്റെ ഊർജ്ജം ഇങ്ങനെ ഔട്ട്ഫ്ലോ ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നിങ്ങളുടെ ചിന്തകൾ കുറയും, നിങ്ങളുടെ ചിന്തകളെ ഡിസോൾവ് ചെയ്യാൻ ആ ഊർജ്ജത്തിന് സാധിക്കും. സോ ഇത് വളരെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് പലരും കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എന്നാൽ പിന്നെ നാളെ മുതൽ ഞാൻ സെൽഫിലിരുന്ന് കുറച്ച് ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് ആളുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ബിസിനസ്സൊക്കെ തുടങ്ങാം.
എന്ന് വിചാരിക്കുന്നുണ്ടാവാം പലരും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണിത് സംഭവിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഇങ്ങനെ കാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ആഗ്രഹവും ഒരു വില്ലും നിങ്ങൾക്കുണ്ട്. ഇത് രണ്ടും മനസ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. മനസ്സിൻ്റെ ആക്ടിവിറ്റി പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു ബുദ്ധ ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിൻ്റെ ഇനാക്ടിവിറ്റി ഉള്ളപ്പോഴാണ്. മനസ്സിൻ്റെ ഇനാക്ടിവിറ്റി ഉള്ളപ്പോൾ ശുദ്ധബോധാവസ്ഥയിൽ നിന്ന് സ്വാഭാവികമായി ഔട്ട്ഫ്ലോ ചെയ്യുന്ന ഒരു ഊർജ്ജത്തിൻ്റെ സോഴ്സ് ആണ്. യഥാർത്ഥ സെൽഫിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജത്തിന് ആക്ച്വലി അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല, അത് ഇൻഫിനിറ്റ് ആണ്. അതായത് അതിന് അന്തവും ആദിയും ഇല്ല എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അതിങ്ങനെ എവിടെ വേണോ എത്ര കാലം വേണോ എങ്ങോട്ട് വേണോ ഒഴുകാൻ സാധിക്കും. ഈ പ്രപഞ്ചം മൊത്തം സഞ്ചരിക്കാൻ ഈ ഫിസിക്കൽ വേൾഡ് മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ശുദ്ധബോധാവസ്ഥയിലേക്ക് പോകുന്ന മഹാജ്ഞാനികളായ രമണ മഹർഷി, അണ്ണാമലൈ സ്വാമി, ഇവരുടെ ആരുടെ ഉദ്ദേശമൊന്നും ഈ ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. സംഭവിക്കുകയാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ. അത് അതിൻ്റെ ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ട, ഓരോ സമയത്ത് സംഭവിക്കേണ്ട പ്രകൃതിയുടെ മഹാ അത്ഭുതങ്ങളായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. രമണ മഹർഷിയുടെ ആ ഒരു ബുദ്ധ ഫീൽഡ് നമുക്കിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാലും ഫീൽ ചെയ്യാൻ കഴിയും. അതായിരുന്നു അദ്ദേഹത്തിനൊരു ഗ്രേറ്റാണ്. അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ലെവലിൽ തന്നെ ഒരു സ്പിരിച്വൽ സൂപ്പർ ഹ്യൂമൺ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ എന്നൊക്കെ പലരും വിശേഷിപ്പിച്ചതിന് കാരണം ഇതാണ്. അല്ലാതെ തന്നെ ഒരു ഉയർന്ന ബോധാവസ്ഥയിലുണ്ടായിരുന്ന പല മനുഷ്യരുടെയും സമാധികളിലോ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഫീൽ ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലൊന്നും ഞാൻ പറഞ്ഞുതരാം. സ്വസ്ഥമായിരിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ചിന്തകളുടെ പിടിയിൽപ്പെടാതെ സ്വസ്ഥാവസ്ഥയിൽ കുറേ ദിവസം ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. അദ്ദേഹം ഒരു ജ്ഞാനിയാവണ്ട, അദ്ദേഹം ഒരു ആത്മീയപരമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യുന്ന വ്യക്തി ഒന്നും ആവേണ്ട കാര്യമില്ല. സ്റ്റിൽ ഇറ്റ് വിൽ ഹാപ്പൻ ടു യു. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ശരിക്കും നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സമയം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, നമുക്ക് ഭയങ്കര അനുഭവങ്ങൾ തരുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സമാധാനം വെച്ചാൽ നമ്മൾ ഈ സാധാരണഗതിയിൽ പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന സമാധാനമൊന്നുമല്ല. അതിൻ്റെ ഒരു അൺഎക്സ്പ്ലെയിനബിൾ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകും. ഒരു ചിന്ത വരണം, അല്ലെങ്കിൽ നമ്മളൊരു ചിന്ത വരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹവും പ്ലസ് ആ ചിന്തയും തന്നെ സപ്രസ്സായി പോകുന്നൊരു സ്റ്റേറ്റ്. അതാണ് ഒരു റിയൽ ബുദ്ധ ഫീൽഡ് സംഭവിക്കുന്നത്. പിന്നെ ബുദ്ധ ഫീൽഡ് ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അതിലേക്ക് എന്തിട്ടാലും അതിങ്ങനെ ഡിസോൾവ് ചെയ്ത് പോകുന്ന പോലെ ഈ ബ്ലാക്ക് ഹോളിന് അറിയില്ല. ബ്ലാക്ക് ഹോളിൽ ഇങ്ങനെ ചുറ്റിനുള്ള എല്ലാം ഇങ്ങനെ അട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചുറ്റിനുള്ള എല്ലാത്തിനെയും അട്രാക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും ഒരു ബുദ്ധ ഫീൽഡിന്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധ ഫീൽഡിലേക്ക് ആളുകൾ ഒഴുകി വരാനൊരു കാരണമാവും. ഓഷോയ്ക്ക് ഇത് സംഭവിച്ചു. അദ്ദേഹം ഒരു ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആയതിൻ്റെ കാരണം അദ്ദേഹം ഒരു സെൻ പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടാണ്. തിച്ച് നത് ഹാനൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഇത്തരം ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവയർനെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ ഒരു മെഡിറ്റേഷൻ, അവരുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അവയർനെസ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവർ എന്തിപ്പം ഈ ഫോണെടുത്ത് ഇങ്ങനെ വയ്ക്കുന്നതിനെ പറ്റിയാണ് അവർ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ കോൺഷ്യസ് ആയ ആക്ടിവിറ്റി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുമ്പോൾ ചിന്തകൾ ആ മൂമെൻറ്റിൽ സ്റ്റോപ്പ് ആവുകയാണ്, അല്ലേ? നമ്മൾ ഈ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഇരിക്കുകയാണ്, പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഡിപ്ലീഷൻ സംഭവിക്കില്ല, നമ്മുടെ ഊർജ്ജം നശിച്ചു പോവില്ല. അതുകൊണ്ട് ഈ സെൻ പ്രാക്ടീസുകൾ ഫോളോ ചെയ്യുന്ന സെൻ മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു ക്വാളിറ്റി ഓഫ് അവയർനെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധ ഫീൽഡ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. തിച്ച് നത് ഹാനെ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം അതിനൊരു വലിയ എക്സാമ്പിൾ ആയിരുന്നു. കാരണം റീസെൻ്റായിട്ട് ജീവിച്ചിരുന്ന വ്യക്തികളിൽ അതിനുള്ളൊരു വലിയ ഉദാഹരണം അദ്ദേഹമായിരുന്നു. പിന്നെ ഓഷോ പണ്ടുണ്ടായിരുന്നു. ഈ ഓഷോ ജ്ഞാനിയാണോ എന്ന് എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അദ്ദേഹം ബോധാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെന്നും ഒരു ചിന്തകളെ ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റിൽ, ഒരു കോൺഷ്യസ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാവുന്ന അവയർനെസ്സിൻ്റെ ക്വാളിറ്റി, തോട്ട്ലെസ്നെസ്, ഇത്തരം കാര്യങ്ങൾ നൽകുന്ന ഒരു ശക്തിയെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതായത് ഒരു ഭയങ്കരമായ ഒരു എനർജി ഓവർഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് യൂസ് ചെയ്തിരുന്നു എന്നുള്ള വാസ്തവമാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ എപ്പോഴും കോൺഷ്യസ് ആണ് ആക്ടിവിറ്റീസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വരാനുള്ളൊരു കാരണമായ. അദ്ദേഹം അന്ന് കീപ്പ് ചെയ്ത, അല്ലെങ്കിൽ അന്ന് സ്റ്റാർട്ട് ചെയ്ത, അന്ന് ജനറേറ്റ് ചെയ്ത ഊർജ്ജത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് ഓഷോയുടെ അടുത്തേക്ക് ആളുകൾ ഒഴുകി പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന പല രാജാക്കന്മാരെയും നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിൽ, അവരൊക്കെ അന്ന് പവർഫുള്ളായ ആൾക്കാരായിരുന്നു, അവരെ പോലെ ഓർമ്മയില്ലെങ്കിൽ അന്ന് പിച്ചക്കാരെ പോലെ ജീവിച്ച കബീർദാസിനെ പോലുള്ള ചില മഹാജ്ഞാനികളെ നമ്മളിപ്പോഴും ഓർക്കും, അവരെ പറ്റി നമ്മൾ സംസാരിക്കും. അതെങ്ങനെയാണ് അവർ സർവൈവ് ചെയ്ത് ഇത്രയും കാലം? അവർ ക്രിയേറ്റ് ചെയ്തൊരു ബുദ്ധ ഫീൽഡാണെന്ന് പറയുന്നത്. അത് അവരുടെ ക്വാളിറ്റി ഓഫ് അവയർനെസ് കൊണ്ട് സംഭവിക്കുന്നതാണ്.
ആ ക്വാളിറ്റി ഓഫ് അവയർനെസ് ആണ് അവർക്ക് ചുറ്റും ആ ഒരു ഫീൽഡ് ഓഫ് എനർജി ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു ഫീൽഡ് ഓഫ് എനർജിയാണ് അവരിപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അണ്ണാമലൈ സ്വാമി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഊർജം ഇന്ദ്രിയങ്ങൾ വഴിയോ മനസ്സ് വഴിയോ നഷ്ടപ്പെട്ട് പോവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ എനർജി റൈസ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു എനർജിയുടെ റിസർവോയർ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരു നനഞ്ഞ തടിയെ ഉണക്കുന്ന പ്രോസസ്സാണെന്ന് പറയുന്നത്. നനഞ്ഞ തടിയെ ഉണക്കിയെടുത്താൽ അത് കത്തിക്കാൻ പറ്റും ജ്ഞാനം കൊണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി നമ്മൾ ഔട്ട്സൈഡ് കാര്യങ്ങൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ എനർജി ഡിപ്ലീറ്റ് ആവുകയാണ്. ആ ഉണങ്ങി നമ്മൾ കുറച്ച് നേരം സെൽഫിലിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ ഉണങ്ങി വരും തടി. നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ തടിയെ നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ അണ്ണാമലൈ സ്വാമിനെ പറ്റി ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സെൽഫിൽ ചിന്തകളുടെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തിൽ പെടാതെ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് എനർജി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നത്. അത് ഇൻഫിനിറ്റ് ആണ്. അത് പൂർണ്ണമായി വരികയും പിന്നെ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഔട്ട്ഫ്ലോ ചെയ്യുമെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി, ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാം. ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു മൈൻഡിൻ്റെ ആക്ടിവിറ്റിയാണ്. മൈൻഡിൻ്റെ ആക്ടിവിറ്റിയാണ് ബുദ്ധ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ തടസ്സം. നിങ്ങൾ സ്വാഭാവികമായി ജീവിക്കൂ, സ്വാഭാവിക അവസ്ഥയിലിരിക്കൂ, കോൺഷ്യസ് ആയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനും അത് ക്രിയേറ്റ് ചെയ്യപ്പെടും സ്വാഭാവികതയിൽ. നോട്ട് വിത്ത് ആൻ ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ഓർ വിൽ. താങ്ക് യു.